ഞാനിന്ന് ശ്രീരംഗത്ത് തൃശ്ശൂർക്കാരന് ഒരു സാധനം ഉണ്ട് എന്റെ കയ്യില് കണ്ടിലിരിക്കുന്നത്. കൊച്ചിനെ കുളിപ്പിക്കാറായി. ആ ജോലി എനിക്കാണ്. ഗൾഫിലും ഇതന്നെയായിരുന്നു എന്റെ പണി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഗൾഫിലെ ഈ അവസ്ഥ. ഇപ്പൊ നാട്ടിൽ വന്നപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ ഇവിടെ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഇങ്ങോട്ട് വാടാ കള്ള. അപ്പോ നമുക്ക് പുറത്ത് പോകണം, കൂട്ടുകാരെ ആയിട്ട് കറങ്ങണം, വൈബടിക്കണം. അതുകൊണ്ട് നമ്മളുള്ള പണി പ്രവാസം കളഞ്ഞിട്ട് നാട്ടിൽ വന്ന് നിൽക്കണ എന്നെ അടിച്ചു പിടിക്കാനാണ്. പക്ഷെ ഈ അടിച്ചുപൊളി നടക്കണില്ല കേട്ടോ. വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പെണ്ണുങ്ങൾക്കൊക്കെ സ്ത്രീകൾക്കൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവും. പുറത്ത് പോകണം, കറങ്ങണം, ആഘോഷിക്കണം, എൻജോയ് ചെയ്യണം, സിനിമ കണ്ടിരിക്കണം. പക്ഷെ ഇങ്ങനെയുള്ള അവതാരപ്പിറവികൾ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേറൊരു തരത്തിലേക്ക് തിരിച്ചുവിടും. ഇത് ജാതി രസ, ജാതി ഉന്മേഷം. നമുക്ക് കൊച്ചിനെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് വീട്ടിൽ വേണ്ട പച്ചക്കറികളൊക്കെ അരിഞ്ഞു കൊടുത്ത് ചെറിയ രീതിയിൽ കുക്കൊക്കെ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി അങ്ങനെ വീട്ടിലിരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം കിട്ടാ. അതൊക്കെ നിങ്ങളൊന്നും അനുഭവിക്കണ്ടേ. അങ്ങോട്ട് അവിടെ കേട്ടാ ഞാൻ പറഞ്ഞത്. വലുതാവുമ്പോ മോനെ ഞാൻ ഈ ചെയ്തതൊക്കെ ഇവൻ കണ്ടിട്ട് മോനെ നന്ദി വേണ്ട, നന്ദി. അവനെ നമുക്ക് കുളിപ്പിക്കാം. സ്നഗ്ഗിടാണ്ട് കുളിപ്പിക്കണില്ല കേട്ടാ. ന്യൂഡിറ്റി നോട്ട് അലൗഡേ. എന്റെ കുളിപ്പിക്കൽ ഇങ്ങനെയാണ്. ഉള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞിട്ട് കപ്പിൽ കോരി ഒഴിച്ച് കുളിപ്പിക്കുന്നില്ല. എനിക്ക് ഇങ്ങനെയാണ് മാനുവൽ ഷവറിങ്. എൻജോയ് എൻജോയ്. Then a face massage. That's my boy. വേറെ പണിന്റെ പോയിട്ട് അടിച്ചു വാരണം, വീടടിച്ചു വാരണെന്ന്. നിങ്ങൾക്ക് അറിയോ എന്തെങ്കിലും? ഇങ്ങനെ നടന്നോ? കാർ ഓടിച്ച് ഫുഡ് അടിച്ചാൽ എന്തെങ്കിലും ഒരു ഗൾഫ് സ്ഥലത്ത് പണിക്കും പോയി. ഇതല്ല കളി ഇവിടെ. വീട്ടിലുള്ള കളി ഇതല്ല. എന്നിട്ട് ഈ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങും വേണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പണികളൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്തിട്ട് ഇതേ വീട്ടിൽ തന്നെ വൈകുന്നേരം തന്നെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എന്നിട്ട് ഈ പണി ചെയ്യണം. അതെങ്ങനെയുണ്ട്? അതാണ് നല്ല രസമുള്ള പരിപാടി എന്ന് പറഞ്ഞത്. എന്ന് ചെയ്യ്. ഒരു മാസം ചെയ്ത് നോക്ക്. ഞാൻ 6 മാസമായി. ജനുവരി തൊട്ട് തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ്. ഗൾഫിൽ 2 മാസം തന്നെ ഇരുന്ന പരിപാടി. നല്ല രസമുണ്ട്. ഉടുക്കത്തെ വേർ ഒരു പിതാവിന്റെ കർമ്മം, കർത്തവ്യം കൃത്യമായിട്ട് നിർവഹിക്കാം. ഞങ്ങളുടെ കൂടി കഴിഞ്ഞു, ഞങ്ങളുടെ മേക്കപ്പ് കഴിഞ്ഞു. അപ്പൊ അത് പയ്യനെ ഒരുക്കി റെഡിയാക്കി ഇറക്കിയിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുക എന്ന് പറയുന്നത്. സ്ത്രീകളെ പോലെ പെണ്ണുങ്ങളെ പോലെ ആരും സമ്മതിച്ചു കൊടുക്കേണ്ട അതിതീവ്രമായ കഴിവ് നമ്മൾ കാണാതെ പോരുത്. സ്നേഹസമ്പന്നയായ സ്ത്രീകളുടെ അതിതീക്ഷ്ണമായ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ ആ പണി ഒന്ന് ചെയ്ത് നോക്കണം. നല്ല രസമുണ്ട്. അത്രയും പറഞ്ഞോണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നുണ്ട്. പയ്യനെ ഇനി ഉറക്കാൻ സമയമായി. മനസ്സിലായ? താരാട്ട് പാട്ട് പാടി ഉറക്കുക എന്ന് പറയുന്നത് വേറൊരു കടമ്പയാണ്.